Praise the Lord. ഈ രാത്രിക്കാലവും പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ ഇബ്രായ ലേഖനത്തിൽ നിന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ സ്വർഗീയ കോടതി എന്നുള്ള വിഷയമായിരുന്നു കർത്താവിന്റെ ദാസൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അവിടെ അനേക കാര്യങ്ങൾ ആ വിഷയത്തിൽ കൂടെ ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് ഇടയാക്കി. ദിനവൃത്താന്ത പുസ്തകത്തിലെ അനേക വാഗ്ദത്തങ്ങൾ നമ്മളെ വായിച്ച് കേൾപ്പിച്ചു. ആരും അവരെ പീഡിപ്പിക്കുവാൻ അവരെ സമ്മതിപ്പിക്കാതെ രാജാക്കന്മാരെ ശാസിച്ചെന്നും നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അത് വിടുതലാകുന്നത്. അത് നമ്മുടെ എങ്ങനെ നമുക്ക് സ്വർഗീയ കോടതി നമ്മുടെ കേസുകളെ അവതരിപ്പിക്കാമെന്നൊക്കെ കർത്താവിന്റെ നമ്മളെ പഠിപ്പിച്ചല്ലോ. രാത്രിക്കാലവും പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവിന്റെ ദാസന് രാത്രികാലം ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രേരണയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിനെ ലീഡർഷിപ്പ് നൽകുന്ന കർത്താവിന്റെ ദാസനും മറ്റു എല്ലാ ദൈവദാസന്മാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നോട് നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുവാനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഇന്ന് എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഒടുവിലത്തെ ഭാഗങ്ങൾ. പ്രത്യേകിച്ച് 12-ന്റെ ലാസ്റ്റ്, പിന്നെ എല്ലാ കാര്യങ്ങളും ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അനുസരിച്ചിട്ട് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിരുന്നു. വാക്ക് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നടക്കണം. ഇത് നമ്മൾ നടന്നേ പറ്റുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരു നല്ല രീതി പോകാൻ വലിയ പ്രയാസമാണ്. വി ഓൾ ഹാവ് ടു വാക്ക് ബൈ ഫെയ്ത്ത്. അത് നമ്മൾ നടക്കാനായിട്ട് പഠിക്കണം. പലപ്പോഴും നമുക്കത് നടക്കാൻ പറ്റാത്തത് നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. നമ്മുടെ കഴിവുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നുകൊണ്ടും ദൈവത്തിന് വിശ്വാസം കൊണ്ടുവരാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ മേൽ പ്രവർത്തിക്കണം. നമുക്ക് ഇന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വായിച്ചാട്ടെ. അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ നോക്കുകയും ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്നതാണ് വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കത്തിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അതിനകത്ത് 2-3 കാര്യങ്ങൾ. ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും പിന്നെ എങ്ങനെയാണ് ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭയഭക്തിയോടെ ദൈവത്തെ സേവ ചെയ്യുക. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഭയഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ കാണുന്നുടനെ അവരുടെ മുമ്പാകെ വളരെ താഴ്മയായിട്ട് നടക്കുന്നതും സംസാരിക്കുന്ന ഉടനെ ഭയഭക്തിയോടെ സംസാരിക്കുന്ന അതൊക്കെ നാടകങ്ങളാണ്. അതൊന്നുമല്ല ഭയഭക്തി എന്ന് പറയുന്നത്. ഭയഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ മാതാപിതാക്കള് അവരെ ബഹുമാനിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കടിച്ചു തിന്നുവെന്നും പറയാതെ ബഹുമാനിക്കുന്നത് അല്ലല്ലോ. അവർ മാതാവും പിതാവും ആയതുകൊണ്ടാണ് അവരെ ബഹുമാനിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സഹോദരങ്ങളെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനിക്കുക എന്ന് പറയുന്നതിനെയാണ്, അത് ബഹുമാനം കൊടുക്കുന്നതിനെയാണ് ഭയത്തോടെ എന്നുള്ള വീടിന്റെ അർത്ഥം. ബഹുമാനത്തിന്റെ ഏറ്റവും ഉന്നതമായ നിലവാരമാണ്. 1. 2, പറഞ്ഞത് അനുസരിക്കുക. മക്കളും പറഞ്ഞത് അനുസരിക്കുക. ഇത് രണ്ടുമാണ് ഭയഭക്തിക്കകത്തുള്ളത്. തൻ്റെ മാതാപിതാക്കളെ താൻ അനുസരിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തെ
ഭയഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ മോശ പറഞ്ഞതൊക്കെയും ചെയ്തു. ജോഷുവ ദൈവം കൽപ്പിച്ചത് അതുപോലെ ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ദൈവം എങ്ങനെ അരുളി ചെയ്തു അതുപോലെ ചെയ്തു. പൗലോസ് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. പത്രോസും ശിഷ്യന്മാരും കർത്താവ് പറഞ്ഞത് അതേ പദ്ധതി അനുസരിച്ചു. ഇതാണ് ഭയഭക്തി എന്ന് പറയുന്നത്. ഇനി നോക്കണം, അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കാൻ നോക്കുകയും. വാണിംഗ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബി കെയർഫുൾ. അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കാൻ നോക്കി. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ, ഭൂമിയിൽ അരുളി ചെയ്തവനെ അവരെന്ത് പറ്റി? അവർ തെറ്റി ഒഴിയാതെ അവർക്കെല്ലാം ഈ നാശം. നമ്മൾ ആരെ നോക്കേണ്ടത്? ഇസ്രായേൽ മക്കളെ. ഇന്നും അവരനുഭവിക്കുന്ന പ്രതികൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണക്കേടാണ്. വേറൊരു അനുസരണക്കേടോട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇംഗ്ലണ്ടിന്റെ പേര് ഇംഗ്ലണ്ട് എന്നല്ലായിരുന്നല്ലോ, എന്തായിരുന്നു? ഗ്രേറ്റ് ബ്രിട്ടൻ എന്നായിരുന്നു. ഇന്ന് ആരെങ്കിലും ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയാറുണ്ടോ? ആരെങ്കിലും പറയാറുണ്ടോ? സുജമ്പനോട് പറഞ്ഞ ആരെങ്കിലും ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്താ അവരുടെ ഗ്രേറ്റ്നെസ്? അത് പോയി. അവരെ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറഞ്ഞിരുന്നു. അവര് ലോകം മുഴുവനും പിടിച്ചടക്കിയത് അത് അവരുടെ കഴിവ് കൊണ്ടല്ലായിരുന്നു. അന്ന് അവർക്ക് ദൈവമുണ്ടായിരുന്നു. ഇന്നലെ മനോജ് ഭാഷ പറഞ്ഞ പോലെ വിഗിൾസ്വർത്ത് പോലെ ഒരുപാട് പേര് അവിടെ പ്രവർത്തിച്ചു. ഒരുപാട് പേര് ദൈവത്തിന്റെ ശക്തന്മാരായിട്ടുള്ളവര് അവിടെ നിന്ന് പ്രവർത്തിച്ചായിരുന്നു. പ്രിൻസ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അതേപോലെ ഒരുപാട് ശക്തന്മാര് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് കാരണം ദൈവം ആ രാജ്യത്തെ ഉയർത്തി. ആ രാജ്യം ഉന്നതമായ നിലവാരത്തിൽ വരാനുള്ള കാരണം ഒന്നേ ഉള്ളായിരുന്നു. എന്തായിരുന്നു? ദൈവത്തിൽ ആശ്രയിച്ചു. അവര് ദൈവത്തെ വിട്ടുപിരിഞ്ഞതോടുകൂടി അവരുടെ രാജ്യം കൊളാപ്സായി. ഈ രാജ്യം, ഞാൻ അമേരിക്ക വരുന്നതിന് മുമ്പ് ഗൾഫിലായിരുന്നപ്പം ഈ രാജ്യത്തെ കുറിച്ച് എനിക്ക് യാതൊരു മതിപ്പുമില്ലായിരുന്നു. എനിക്ക് അറിയത്തുമില്ലായിരുന്നു. എല്ലാരും പറയുന്ന കുറ്റമാണ് പറയുന്നത്. ഈ രാജ്യം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അഴുക്ക് രാജ്യമാണ് എന്നുള്ള നിലവാരത്തിലായിരുന്നു എൻ്റെ ചിന്താഗതി. എനിക്കറിയത്തില്ല. ഞാനിവിടെ വരാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. വന്നു കഴിഞ്ഞപ്പം അപ്പോഴും എൻ്റെ ചിന്താഗതി അത് തന്നെയായിരുന്നു. എൻ്റെ മനോഭാവം അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഞാൻ ദൈവഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ ദൈവമുള്ള ലക്ഷോപലക്ഷങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിനായി ജീവിക്കുന്നവരും ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ജീവിക്കുന്നു. അത് നമ്മളും ആ കൂട്ടത്തിലാകണമെന്നും മനസ്സിലായത് അന്നേരമാണ്. അതിനു മുമ്പ് വരെ എനിക്ക് രാജ്യത്തെ കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. അപ്പം നമുക്ക് ദൈവരാജ്യത്തെ കുറിച്ചും അറിവില്ലാത്തത് കൊണ്ട് അതിന്റെ നന്മ അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചു കളഞ്ഞവർ അവരെല്ലാം ശിക്ഷ അനുഭവിച്ചു. ഇസ്രായേൽ മക്കള് അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അവരനുഭവിക്കുന്നത്. പക്ഷെ അവരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ശബ്ദം കേട്ട് അന്ന് അവന്റെ ശബ്ദം കേട്ടപ്പോ ഭൂമി ഇളകി. ഇനി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. നമുക്ക് ആ ഭാഗം ചിന്തിക്കുന്നതിന് മുമ്പേ കർത്താവിനോട് അരുളി ചെയ്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. എന്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. മതി, അതൊന്നും വേണ്ട. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തുവാ? ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. അപ്പം സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ വിട്ടുമാറിയാൽ എന്തോ പ്രശ്നമോ? ആവർത്തന പുസ്തകം 4:36 വായിച്ചാട്ട്. അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശം തന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു.
ഭൂമിയിൽ തന്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു. നീ അവന്റെ വചനം തീയുടെ നടുവിൽ നിന്ന് കേട്ടു. അവര് തീയുടെ നടുവിൽ നിന്ന് ആരുടെ ശബ്ദം കേട്ടു? ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ബുദ്ധി ഉപദേശിച്ചു തരുന്നതിന് ആകാശത്ത് നിന്ന് അവന്റെ ശബ്ദം കേൾപ്പിച്ചു. അപ്പൊ നമുക്ക് ആ ശബ്ദം, ആ വചനമായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടി. എന്തിനു വേണ്ടിയാണ്? നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന്. എന്തിനാണ് നമുക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടത്? കർത്താവ് ഈ ലോകത്തിൽ സകലതും നമുക്ക് വേണ്ടി, ഒരു മനുഷ്യന് വേണ്ടി സകലതും ചെയ്തു വെച്ചു. കോടാനകോടി ജനങ്ങൾ ജീവിച്ചാലും തീരാത്തതുപോലെ ഉള്ള ഭൂസ്വത്ത് ഭൂമിയിൽ കർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹലോ, കോടാനകോടി മനുഷ്യൻ ജീവിച്ച് മരിച്ചു പോയാലും തീരാത്ത പോലുള്ള സ്വത്ത് ഈ ഭൂമിയിലും സ്വർഗത്തിലും എല്ലാം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും ഒരുക്കി തരുന്നില്ല. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നന്മ അനുഭവിക്കേണ്ട ചുമതല ആരുടേതാ? നമ്മുടേതാ. കറണ്ട് ഈ ഭൂമിയിൽ ഇല്ലായിരുന്നോ? എന്നാ കറണ്ട് എന്നാ കണ്ടുപിടിച്ചത്? കുറച്ചു കാലമല്ലായിരുന്നോ? പറക്കാൻ എന്നാ നമ്മൾ പഠിച്ചത്? അല്പകാലമേ ആയിട്ടുള്ളൂ. ഈ ടെലിഫോൺ സിസ്റ്റം ഇത്ര കംഫർട്ടബിൾ ആയിട്ട് എപ്പോഴാ കിട്ടിയത്? ഇപ്പോഴാ കിട്ടിയത്. നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. നമ്മള് ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ ഡാളസിലായിരുന്നപ്പോഴും ഇത്രയും കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പം ഇതെല്ലാം നേരത്തെ തന്നെ ഭൂമിയിൽ എന്തുണ്ടായിരുന്നു? കർത്താവ് കുറിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യൻ കണ്ടുപിടിച്ച് അത് ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പം ഇല്ലാത്തതിനെ അല്ല അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്, ഉള്ളതിനെയാണ് അവരെന്ത് ചെയ്യുന്നത്? അതിനെ ശരിയാക്കി എടുക്കുന്നത്. ഭൂമി സ്വർണം ഇഷ്ടം പോലെ ഇല്ലയോ? ഉണ്ടോ? അത് ഭൂമിയിൽ എന്ത് ചെയ്യണം? കുഴിച്ചെടുക്കണം, അധ്വാനിക്കണം. എണ്ണ ഇല്ലയോ? അതെന്ത് ചെയ്യണം? അധ്വാനിക്കണം. ഭൂമിയിൽ നമുക്ക് വേണ്ടി ആഹാരമില്ലയോ? അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി എടുക്കണം. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം ഒരു കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൃഷിയെ കുറിച്ച് എന്ത് വേണം? അറിവുണ്ടായിരിക്കണം. ഇവിടെ ഇപ്പൊ എനിക്ക് 4 കോഴിയുണ്ട്. ഈ 4 കോഴിക്ക് തീറ്റി കൊടുക്കുന്നുണ്ട്, വെള്ളവും കൊടുക്കുന്നുണ്ട്. അവരെ തീറ്റി കൊടുക്കുന്നുണ്ട്, വെള്ളവും കൊടുക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് കിട്ടുന്ന ഈ മുട്ടയെല്ലാം തിന്നാലും തീരാത്ത പോലെ മുട്ട ഇവിടെ അതുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്. അപ്പം അതിന്റെ നന്മ ആരാ അനുഭവിക്കുന്നത്? ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ആണ് അതിന്റെ നന്മ അനുഭവിക്കുന്നത്. അത് നമുക്ക് നല്ലതുപോലെ അറിയാം. എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ കൂടി നന്മ ഉളവാക്കിയെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത് നിരസിച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് അത് വിട്ടുമാറിയാൽ, സ്വർഗത്തിൽ നല്ല ചെയ്തവനെ വിട്ടുമാറിയാൽ എത്ര അധികമാ പ്രശ്നം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചേട്ടെ. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അടുത്ത വാക്യം. അവൻ തന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം വീരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും മതി. അപ്പം എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി. ആരായിരുന്നു പാപം ചെയ്തത്? ആദം. അതിന് പരിഹാരം ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയതോടുകൂടി സകലതും പിന്നെ എന്തായി തീർന്നു? സ്വർഗത്തിൽ പണ്ടുണ്ടായിരുന്ന പോലെ ആക്കി തന്നു. അത് അനുഭവിക്കേണ്ട ജോലി ആരുടേതാ? അറിഞ്ഞുകൂടാത്തോണ്ട് ഇരുന്ന് തെണ്ടിക്കൊണ്ടിരിക്കുക. അത് പറയുന്നത് ചിലർക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വേറൊരു രീതി പറയാം. നമ്മള് പുത്തൻകാവ് പള്ളിയിൽ പള്ളിക്കാരായിരുന്നു, അല്ലായിരുന്നു? സുജംബ്രദർ ആയിരുന്നു? അതെ. മോശം പള്ളിയായിരുന്നു അത്? അല്ല. നമ്മുടെ പിതാക്കന്മാർ മുഖാന്തരം അവിടുത്തെ കുർബാന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം താഴെ ഇറങ്ങി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതേമാതിരി ഫീലിംഗ് എല്ലാം ഉണ്ട്. ഭയഭക്തിയോടെയാണ് അവിടെ പോകുന്നത്. എല്ലാം ആണ്. അവിടെ ഇരുന്ന് ചോദിക്കുന്നത്
നല്ലതല്ലാഞ്ഞിട്ടാണ് മുളക്കരയോ അല്ലെന്നുണ്ടെങ്കിൽ കുമ്പനാട്ടോ പോകേണ്ട കാര്യം അല്ലല്ലോ. ഇതിലും മെച്ചമായത് ഉണ്ടെന്ന് കണ്ടോട്ടല്ലേ വന്നത്, ആണോ? അതെ. അതിലും വേഴ്സിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവിടുന്ന് 1-ാം ക്ലാസ് പ്രാർത്ഥനകളാ. അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്താ അവിടുത്തെ കുറവുള്ളത്? കുറവുണ്ടായിട്ടല്ലോ വന്നത്, ആണോ? അല്ല. പിന്നെ ഈ കുറവിൽ നിന്ന് വേറൊരു കുറവിലേക്കല്ല പോകേണ്ടത്, അതിനെക്കാട്ടി കൂടിയതിലേക്കാണ് പോകേണ്ടത്. ഇന്നാളൊരു ദിവസം ഒരു ദേവദാസന് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നതാ. വേറെ ഇതിനകത്ത് കൂടെ കണ്ടത് ആസാദി ഇതിനകത്ത് കൂടെ വന്നതാ. ഞാൻ ചോദിച്ചു, സഹോദര, നീ ഹൈന്ദവ മാർഗത്തിൽ എന്നെ മോശമായിട്ടാണോ അവിടുന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നേ? അല്ലല്ലോ. ഇവിടെ വന്നത് അതിനെക്കാട്ടി മോശത്തിലേക്ക് പോകാനല്ല, ഏറ്റവും ഉന്നതമായത് അനുഭവിക്കാനാണ് വന്നേക്കുന്നത്. അത് അനുഭവിക്കണം. നമ്മള് ദൈവം നേരിട്ട് തന്നേക്കുന്നത് അനുഭവിക്കാനാണ് വിളിച്ചേക്കുന്നത്. അതെങ്ങനെയായിരുന്നു? അവന്റെ വചനത്തിലാണ് സകലതും വഹിക്കുന്നത്. അവൻ തേജസ്സിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എങ്കിൽ ഇനിയും അത് മുഴുവനും നമുക്ക് പരിഹാരം വരുത്തിയതിനെ അനുഭവിക്കാനല്ലേ വിളിച്ചേക്കുന്നതാണോ? അതെ. അതുകൊണ്ട് ദൈവം പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കിക്കോണം. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യം വായിച്ചേ. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചൊന്നുമായി ഈ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഹലോ, ഇനിയും കർത്താവിന്റെ ദാസൻ തന്നെ പറഞ്ഞേ, ഇതിനകത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ അതിനെ നിസ്സാരമായിട്ട് കരുതി കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് അറിയാമോ? അത് നമ്മൾ ഉപയോഗിക്കുന്നത് സുവിശേഷം പറയാൻ വേണ്ടി മാത്രമാണ്, നാട്ടുകാർക്ക് വേണ്ടിയാണത്. നമ്മളോടാണ് ഇത് പറഞ്ഞേക്കുന്നത് എബ്രായ ലേഖനങ്ങൾ കർത്താവ് എഴുതിയിരിക്കുന്നത് എബ്രായ വിശ്വാസികളോടാണോ അല്ലയോ? എബ്രായ വിശ്വാസികളോടല്ലയോ? അപ്പൊ അവർക്ക് ഇത്രയും വലിയ രക്ഷ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തത് സ്ഥിരമാക്കുകയും ഓരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. എന്താണ് അനുസരണക്കേടിന് പ്രതിഫലം ലഭിച്ചു? ലംഘനത്തിന് പ്രതിഫലം ലഭിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ദൂതന്മാർ മുഖാന്തരമല്ല ചെയ്തേക്കുന്നത്. പിന്നെ എങ്ങനെയായിരുന്നു? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം ആരെ നൽകി? പരിശുദ്ധാത്മാവിനെ നൽകി. ഈ പരിശുദ്ധാത്മാവിനെ നൽകി നമുക്ക് ഇത്രയും തന്നിട്ട് അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാനാണ് പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത്, ആണോ? ഇല്ല. അപ്പം ദൈവപ്രവൃത്തി നമ്മളിൽ കൂടി നടത്തിയെടുക്കണം ആരാഗ്രഹിക്കുന്നു? ദൈവം, കർത്താവ്. അത് നമ്മൾ ചെയ്യാതെ വീണ്ടും കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവിടെ ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അത് വിശ്വാസമല്ല. അതിനെ വിശ്വാസം എന്നല്ല പറയേണ്ടത്. ഇപ്പം എന്നോട് പറയാം, മാർജിൻ പാസ്റ്റർ ഇത് മാത്രം എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഇങ്ങനൊക്കെ നല്ല സത്യം നിങ്ങളോട് പറഞ്ഞു തരാതെ പിന്നെ ആരാ പറഞ്ഞു തരുന്നത്? ആരെങ്കിലും സത്യം പറഞ്ഞു തരണ്ടായോ? കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ. അതിലൊന്ന് വായിച്ച് യോഹന്നാൻ സുവിശേഷം 8:31-32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായ എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം യേശു അവരോട് പറഞ്ഞെന്തായിരുന്നു? നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്, ആണോ? അല്ല. പിന്നെ എന്റെ വചനത്തിൽ നിലനിൽക്കണം. എന്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വചനമാണ്? കർത്താവ് എന്ത് അരുളി ചെയ്തോ, യേശു എന്ത് പറഞ്ഞുവോ
അതിനകത്തിൽ എന്ത് ചെയ്യണം? നിൽക്കണം. കർത്താവ് പറഞ്ഞതാണ് സത്യമെന്ന് മനസ്സിലാക്കി അതിനകത്തിൽ നിലനിന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിന്റെ ശിഷ്യന്മാരാകും. ശിഷ്യന്മാരായാൽ മാത്രം മതിയോ? പോരാ, പിന്നെ സത്യം അറിയണം. ആ സത്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് പരിഹാരം വരുത്തി തരാൻ സാധിക്കത്തുള്ളൂ. അബ്രഹാമിനോടുള്ള വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് എഴുതിയിട്ടുണ്ടോ ഗലാത്യ ലേഖനത്തിനകത്ത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞു, നീ കാണുന്ന ഭൂമിയെ ഞാൻ നിനക്ക് അവകാശമായി തരും. ഓക്കെ, എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞ് അതൊന്ന് വായിച്ചു നോക്കിയാണ്. എന്താണ് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 13-ാം അധ്യായം 14-15 വാക്യം. ലോത്ത് അബ്രാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. നിന്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അബ്രഹാമിന്റെ സന്തതിയാണോ അല്ലയോ? ആണ്. അപ്പം അബ്രഹാമിന്റെ സന്തതി. അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞത് നീ കാണുന്നതിനെ ഞാൻ അവകാശമായിട്ട് തരും. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ കാണാൻ പഠിക്കണം. ഇരിക്കുന്നിടത്ത് നിന്ന് കാണാൻ പഠിക്കണം. ഇരിക്കുന്നിടത്ത് നിന്ന് എങ്ങനെ കാണുന്നത്? അതുകൊണ്ടാ പറഞ്ഞത് ദർശനമില്ലായാൽ എന്റെ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. വെളിപ്പാടില്ലാത്തടത്ത് ജനം നശിച്ചു പോകുന്നു. There is no vision, my people are perished. ഇന്ന് ആ മനുഷ്യർക്ക് എന്തോ ഇല്ല, ദർശനമില്ല. നമുക്കൊരു വലിയ ദർശനമുണ്ടായിരിക്കണം. You do not limit God. അതുകൊണ്ടൊന്ന് വായിച്ചു 78-ാം സങ്കീർത്തനത്തിന്റെ 41-ാമത്തെ വാക്യം. അത് ഇംഗ്ലീഷ് വായിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. മലയാളത്തിൽ വായിച്ചാൽ അത് അത്രയും പിടി കിട്ടത്തില്ല. വായിച്ചു. Yeah, they turned back and tempted God and limited the Holy One of Israel. അവർക്ക് പറ്റിയ പരാജയം എന്തായിരുന്നു? They turned back and tempted God and they limited the Holy One of Israel. ഇതിനെപ്പറ്റി ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ബോസ്റ്റൺ പ്രയർ ലൈനില്. ഇന്ന് ദൈവമക്കള് ദൈവത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു തീപ്പെട്ടിക്കകത്തിട്ടേക്കുന്ന മാതിരിയാണ്. കഴിവില്ലാത്ത ഒരു ദൈവത്തെ പോലെയാണ് പ്രാർത്ഥന കേട്ടാൽ ആ ദൈവത്തിന് എന്തോ ഇല്ല, ഒരു കഴിവും. ദൈവങ്ങളെ നമ്മൾ ആയിരിക്കും നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ഭയങ്കര ഉന്നതമായ വാക്കുകളാണ്. നിങ്ങൾ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കണം പറയുന്നത് എന്താണെന്ന്. ഒന്ന് കരുണ തോന്നണമേ എന്ന് പറയാറുണ്ട്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? കരുണ തോന്നണമേ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? പറഞ്ഞേ സുജംബ്രർ പറഞ്ഞേ. കരുണ തോന്നണമേ എന്ന് എന്നോട് ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് എന്തോ ഇല്ലെന്നതിന്റെ അർത്ഥം. ദയ തോന്നണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദയയില്ല. അപ്പൊ പിന്നെ ഈ പറയുന്ന വാക്കുകളൊക്കെ അങ്ങനത്തെ ഇല്ല കൂടുതലും. കർത്താവെ കരുണ തോന്നി അവരെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വിടുവിക്കാൻ തയ്യാറല്ലാത്തവനാണ്, ദുഷ്ടനാണെന്നാണ് ആ പറഞ്ഞതിന്റെ എല്ലാ അർത്ഥം. നമുക്കിത് മനസ്സിലാകാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ശത്രു ഉണ്ടെന്നും നിങ്ങൾ നല്ല ആഗ്രഹത്തിലാണ് പറയുന്നതെന്നും എനിക്കറിയാം. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്കെതിരായിട്ട് ആരുണ്ട്? ഒരു ശത്രുവുണ്ട്. അവൻ ആ വാക്കിന്റെ പുറത്താണ് പിടിക്കുന്നത്. ഇനി നിങ്ങളെ ഒന്ന് കാണിക്കാം എങ്ങനെയാണ് വാക്കിന്റെ പുറത്ത് പിടിക്കുന്നതെന്ന്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി, ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അവിടെ കിടന്നു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. കർത്താവിനാസി വായിച്ചത് നല്ലതായിരുന്നു, പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കാണ്ട. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ചു അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും
നന്ന രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. അപ്പൊ എല്ലായ്പ്പോഴും ഇയ്യോബ് ചെയ്തു പോകുന്നതും പറഞ്ഞു പോകുന്നതും എന്തായിരുന്നു? പക്ഷേ എന്റെ പുത്രന്മാർ എടിവച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ പിള്ളേർ പാർട്ടി നടത്തുന്നത് ഒത്തിരി സൂക്ഷിക്കണം. അവര് ദൈവത്തെ ത്യജിച്ച് അവർ നമ്മളെ വിളിച്ചായിരുന്നു ഇല്ലല്ലോ. അവരുടെ പെങ്ങന്മാരെ എല്ലാം മാത്രമല്ല വിളിച്ചുള്ളൂ, അവരെല്ലാം കൂടെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ കേട്ടു അവരെല്ലാം ദൈവത്തെ ത്യജിച്ച് കളഞ്ഞു വേണം നമുക്ക് അവരെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ആരെ പറ്റി ഒരു കുറ്റം പറഞ്ഞേ ഈ പുള്ളി? ആരെ പറ്റി കുറ്റം പറഞ്ഞേ? ആരെ പറ്റി കുറ്റം പറഞ്ഞേ? മക്കളെ പറ്റി. അടുത്ത 2 വാക്യം വായിച്ചേട്ട്. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. അപ്പം ഇയ്യോബിനെ സാത്താൻ എന്തിനാ അവിടെ ചെന്നത്? ദൈവത്തിന്റെ അടുക്കല് ഇയ്യോബിനെ കുറ്റം പറയാനാണ് ചെന്നേക്കുന്നത്. അല്ലെ ദൈവം ചോദിക്കണം, നീ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോന്ന് ആരാ ചോദിച്ചത്? ദൈവം പറഞ്ഞോ അതോ സാത്താൻ പറഞ്ഞോ? ദൈവം ചോദിച്ചു. ദൈവം ചോദിച്ചപ്പോ അതിന്റെ അർത്ഥം എന്തായിരുന്നു? ഇയ്യോബ് പറഞ്ഞ വാക്കുകള് ആരുടെ കയ്യിലുണ്ട്? സാത്താന്റെയിലുണ്ട്. ഇതുമായിട്ടാണ് അവൻ അവിടെ ചെന്നേക്കുന്നത്. അത് ആർക്കറിയാം? ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ദൈവമക്കളെ, ഇതൊന്നും നിങ്ങൾ ബൈബിളിനകത്തൊന്നും ഇതൊന്നും അല്ല മനുഷ്യൻ പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഈ വചനം വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ വായിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോളാം. വിരുന്നുനാൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്തു ദൈവത്തെ ഹൃദയം കൊണ്ട് തുതിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞില്ലയോ? പറഞ്ഞു. അപ്പൊ ആരാ വാവുകൊണ്ട് പറഞ്ഞത്? ഇയ്യോബ് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു. ഇതാര് കേട്ടു? സാത്താൻ. നമ്മൾ പറഞ്ഞു കർത്താവ് അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ആര് വരുത്തിയാന്ന് പറഞ്ഞത്? സാത്താൻ വരുത്തിയാന്നല്ല പറഞ്ഞത്. കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. കർത്താവ് എന്നെ പരീക്ഷയിൽ കൂടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആർക്കെതിരായിട്ടാണ് സംസാരിച്ചത്? ദൈവത്തിന്. ഇതാരും കൊണ്ടു ചെല്ലും? 24 മണിക്കൂറും സാത്താൻ നിങ്ങളെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുക. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കും. നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ നീതീകരിക്കപ്പെടുകയും നിങ്ങളുടെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. അപ്പൊ ആരുടെ വാക്കുകൊണ്ടാണ് കുറ്റം വിധിക്കുന്നത്? യേശു ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ അത് അല്ലല്ലോ. ഒരുത്തം വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഭയപ്പെടുന്നു. പിന്നെ എന്താണ് ഭയപ്പെടുന്നത്? നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യാൻ കഴിയുന്നവനാണ്, നീ വിതറാത്തടത്തു നിന്ന് ശേഖരിക്കാൻ കഴിയുന്നവനാണ്. കഠിന മനുഷ്യനെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ബാത്ത് വെച്ചത്. അപ്പൊ കർത്താവിനോട് എന്താ പറഞ്ഞേ? നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയാത്തതൊന്നുമില്ലല്ലോ എന്നല്ലേ നീ പറഞ്ഞത്. മക്കളെ, നമ്മുടെ വാക്കുകളാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നത്. വളരെ കെയർഫുൾ ആയിരിക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും. എബ്രായലേഖനം 3:12 വായിക്കുന്നു. ശ്രദ്ധിച്ചാണ് നമ്മൾ എന്ത് എന്ന് പറയാം. നമ്മൾ കൂടുതലും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തെ നമ്മൾ അങ്ങോട്ട് കേൾക്കുന്നു എന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല പലപ്പോഴും.
3:12 പറയും, സഹോദരന്മാരെ, ജീവനുള്ളവരെ ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കിക്കൊള്ളുവീൻ. ആ 3-ാം അധ്യായം മുഴുവനും പറഞ്ഞിരിക്കുന്നത് അവരെ എന്ത് ചെയ്തു, കർത്താവിനെ എന്ത് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ 3 വാക്യം എന്ന് വായിച്ച്, ഈ എബ്രായ ലേഖനം 3-ന്റെ ഒടുവിലത്തെ 3 വാക്യങ്ങൾ. എബ്രായ ലേഖനം 3:16 മുതൽ 19 വരെ. ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്ന് മോശെ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അവർക്ക് അവിശ്വാസം വരാനുള്ള കാരണം എന്തുവായിരുന്നു? അവര്, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, വചനം വായിക്കുന്ന ശ്രദ്ധിക്കണം. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇവിടെ എന്തോ എബ്രായ ലേഖനം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ നല്ല ചെയ്തവരെ വിട്ടുമാറിയാൽ എത്ര അധികം. ഇവർക്കെന്ത് പറ്റി? അനുസരണക്കേട് കാരണം അവർക്ക് അവിശ്വാസമാണ് അത് പറഞ്ഞത്. അനുസരണക്കേട് കാരണം അവർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. നമ്മളോട് പറഞ്ഞത് അനുസരിക്കാനാണ്, അല്ലാതെ കർത്താവിനെ അനുസരിപ്പിക്കാൻ നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല ദൈവം. നമ്മളിപ്പോ ആരെ അനുസരിപ്പിക്കാനാണ് നടക്കുന്നത്? ഇന്നാളൊരു ഒരു ദിവസം, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് 2006 ഞാൻ കരോട്ടിൽ ബൈബിൾ ക്ലാസ് നടത്തിട്ട് വരുന്നുണ്ട്. എന്റെ സ്നേഹിതന്മാർ കുറച്ചേറെ പേര് വന്നു ഇവിടെ. അപ്പം അതിനകത്ത് ഒരാള്, അപ്പോൾ ഇവരെല്ലാം എന്റെ പ്രസംഗത്തിനകത്ത് ഇത് ടീച്ചിങ്ങിനകത്ത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ്. പാസ്റ്റർ കൽപ്പിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനാണോ കൽപ്പിക്കുന്നത്, നിങ്ങളാണോ കൽപ്പിക്കുന്നത്? ഇനി സുജൻ ബ്രദർ പറഞ്ഞ്, കർത്താവേ എനിക്ക് എന്നെ രോഗത്തെ സൗഖ്യമാക്കണമേ എന്നൊന്ന് പറഞ്ഞേ. കർത്താവേ എന്റെ രോഗത്തെ സൗഖ്യമാക്കണമേ. ഞാൻ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ആ രോഗം വിട്ടുപോകട്ടെ. അപ്പം ഞാനാണോ കൽപ്പിച്ചത്, സുജൻ ബ്രദറാണോ കൽപ്പിച്ചത് കർത്താവിനോട്? ഞാനാണോ കൽപ്പിച്ചത് ദൈവത്തോട്, സുജനാണോ കൽപ്പിച്ചത്? രണ്ടുപേരും കൽപ്പിച്ചു. അതാരാ പറഞ്ഞത്? ആരായി പറഞ്ഞത്? സിബിയ പാസ്റ്ററെ. കാര്യങ്ങൾ അറിയാം. രണ്ടുപേരും കൽപ്പിച്ചില്ല. ഞാൻ ദൈവത്തോട് കൽപ്പിച്ചില്ല, ഞാൻ രോഗത്തോട് കൽപ്പിച്ചു. സുജൻ ആരോട് കൽപ്പിച്ചു? ദൈവത്തോട് സൗഖ്യമാക്കണമെന്ന്. അപ്പൊ നമ്മൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ അത് ചെയ്യണം. ഞാൻ രോഗത്തോട് പറഞ്ഞു, നീ അത് പോകാൻ. മക്കളെ, നമ്മൾ അറിയണം. അന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളാണോ കൽപ്പിക്കുന്നത്, ഞാനാണോ കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി ദൈവമക്കളെ നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. കർത്താവിനെ അനുസരിക്കാൻ നമ്മൾ പഠിക്കണം. അനുസരിച്ചില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പം എന്താണെന്നറിയാമോ? അത് നിങ്ങൾ പഠിച്ചോളും പുറകാലെ. ഞാൻ പറഞ്ഞിട്ട് പഠിക്കണ്ട. ഇവരനുസരിക്കാത്തവരാരും ഇവിടെ കയറിയില്ല. അനുസരിക്കാത്തവരാരും ഇവിടെ കയറിയില്ലെന്നാ പറഞ്ഞേക്കുന്നത്. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. അടുത്തത് ഇനിയും ഞാൻ പെട്ടെന്ന് അങ്ങ് പോവുകയാണെങ്കിൽ നമ്മളുടെ സമയം കഴിയാറായി. 12-ാം അധ്യായം. ഇനിയും ഇളകാത്ത രാജ്യം സ്ഥാപിച്ചു കർത്താവ്. ഇളകാത്ത രാജ്യം അതാണ് സ്ഥാപിച്ചു കഴിഞ്ഞത്. അതാണ് ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് എന്ത് തരാൻ പ്രസാദിച്ചിരിക്കുന്നു? രാജ്യം. ആ ഇളകാത്ത രാജ്യം കർത്താവ് ഭൂമിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അതാണ് ഈ ആത്മീയ രാജ്യം. അതാർക്കും മാറ്റാൻ പറ്റത്തില്ല. നോ വൺ കനോട്ട് ചേഞ്ച് ഇറ്റ്. പീലാത്തോസ് ചോദിച്ചു, നീ രാജാവ് തന്നെയെന്ന്. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞത്? എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്റെ സേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു.
എന്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ നീ രാജാവ് തന്നെ അല്ലയോ എന്ന് പൈലാത്തോസ് ചോദിച്ചതിനെ അതെ ഞാൻ ശരി, നീ പറഞ്ഞത് ശരി, ഞാൻ രാജാവ് തന്നെ എന്ന് പറഞ്ഞു. ആ രാജ്യം സ്ഥാപിക്കാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. ആ രാജ്യം ഭൂമിയിൽ സ്ഥാപിച്ചു. അതുകൂടെ വായിച്ചിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാനാണ് പോവാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. നാളെ ഇതിന്റെ ബാക്കി ഭാഗം എടുക്കുന്നതായിരിക്കും. പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുന്നോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് ഞാൻ അനേക നാളുകൾക്ക് മുമ്പ് പണ്ട് പഠിപ്പിച്ചതാണ്. വീണ്ടും ഞങ്ങളോട് പറയുന്നു, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത്. എപ്പോഴാണ് ദൈവരാജ്യം ശക്തിയോടെ വന്നത്? പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഈ ഭൂമിയിലേക്ക് വന്നു. ആ ദൈവരാജ്യം ശക്തിയോടെ വന്നപ്പോ ഇന്ന് ഈ ശിഷ്യന്മാരിൽ ആരെങ്കിലും കൂടെ ഉണ്ടോ ഇപ്പൊ ഇന്ന് ലോകത്തിൽ? ഇല്ല. ദൈവരാജ്യം സ്ഥാപിച്ചില്ലെങ്കിൽ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം ഈ 2000 വർഷം കഴിഞ്ഞിട്ടും ദൈവരാജ്യം സ്ഥാപിച്ചില്ലെന്ന് വരും, കർത്താവ് ദൈവരാജ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരിൽ ചിലരുണ്ട്. അന്ന് മരണം ആസ്വദിച്ചതാരാണ്? അന്ന് മരണം ആസ്വദിക്കുക എന്നാണ് കർത്താവിന്റെ വേർഡ്. അത് യൂദ ഇസ്കറിയോത്ത. അന്ന് ഈ രാജ്യം വരുന്നതിന് മുമ്പേ മരിച്ചു. അന്ന് ദൈവത്തിന്റെ സഭ സ്ഥാപിച്ചു. എന്താണ് ഈ സഭ? സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകസഭ, രാജ്യസഭ. ഇതിനെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചാണ്. എന്താണ് ഈ ലോകസഭ, രാജ്യസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് മെമ്പേഴ്സാണ് ലോകസഭയിലും രാജ്യസഭയിലും ഉള്ളത്. ആണോ അല്ലയോ? അത് യാക്കോബ സഭയും കത്തോലിക്ക സഭയും വലുതാണോ? അല്ല. അതിനെ ആ പാർലമെന്റിനെയാണ് സഭ എന്ന് വിളിക്കുന്നത്. അവരുടെ ജോലി എന്തുവാ? ഈ രാജ്യം ഭരിക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്തറിയാം? രാജഭരണയുടെ ഭരണഘടനയെ അവർക്ക് അറിയാം. അവരുടെ ജോലിയാണ് രാജ്യം ഭരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെ വിളിച്ചു വരുത്തിയത് ദൈവരാജ്യം ഭൂമിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ഞാൻ യാക്കോബായില, അല്ലെന്നുണ്ടെങ്കിൽ മർത്തോമായില, അല്ലെ പെന്തക്കോസില, അല്ലെന്നുണ്ടെങ്കിൽ ബ്രദറില്ല, അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞ് നടക്കാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന് വിളിയുണ്ട്. ദൈവത്തിന്റെ സഭയിലെ മെമ്പർ ആണെങ്കിൽ മാത്രമേ നിത്യതയിൽ പോകത്തുള്ളൂ. നിത്യതയിൽ കർത്താവിനോടുകൂടെ വാഴത്തുള്ളൂ. ദൈവം അനുവദിച്ച ബാക്കി ഭാഗം നാളെ അതിന്റെ ബാക്കി ഭാഗം ഇളകാത്ത രാജ്യം സ്ഥാപിച്ചതിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. കർത്താവിനോട് കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. വോക്ക് ബൈ ഫെയ്ത്ത് എന്നുള്ള വിഷയമാണല്ലോ കർത്താവിന്റെ ദാസൻ രാത്രികാലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ ഈ ദിവസങ്ങളിലെ കർത്താവിനാസൻ നമ്മളെ കൂടെ ഓർപ്പിക്കുന്ന പോലെ ദൈവത്തെ കൊണ്ട് നമ്മൾ ജയിക്കുവാൻ നിൽക്കാതെ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അധികാരം ഉപയോഗിക്കുവാൻ, എക്സർസൈസ് ചെയ്യുവാനൊക്കെ ഈ ദിവസങ്ങളിലെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് വചനത്തിന് മുമ്പില് നമ്മളെ തന്നെ ഈ രാത്രികാലം താഴ്ത്തി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് ദൈവം അനുഗ്രഹിക്കട്ടെ.